ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ആകുലമായി തീരുമ്പോൾ ആശ്വാസം പകരാൻ ആരെങ്കിലും വരുമ്പോൾ കുറേ ഭാരം കുറയുകയും ദുഃഖത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യരെ ആശ്രയിച്ചാൽ വളരെ ചെറിയ ഒരു പരിമിതമായ ആശ്വാസം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ശാശ്വതമായ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് സർവേശ്വരനെ ആശ്രയിക്കുമ്പോഴാണ്. മറ്റെല്ലാം വിട്ട് ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുന്ന ഒരാൾക്ക് ഇവിടെ രോഗമോ മരണമോ ദാരിദ്ര്യമോ ഒന്നും തന്നെ ഭയപ്രദമായി തോന്നുകയില്ല. അതാണ് പറയുന്നത്, ഭക്ഷണം നീരിറങ്ങാതെ കിടന്നിടും ദിനങ്ങളിൽ രക്ഷോനായകനായിട്ടോ കൃഷ്ണനൻ മുന്നിലെത്തണേ. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അത്. ഭക്ഷണം ഇറക്കാൻ വയ്യ, ഭക്ഷണവും വെള്ളവും ഇറങ്ങുന്നില്ല, ആഹാരം ഒട്ട് കഴിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഞാൻ കിടക്കുന്ന സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് ഭഗവാനെ അങ്ങൻ്റെ കൂടെ എപ്പോഴും വരേണമേ. ശ്വാസം കിട്ടാതെ ഞാനന്നു വീർപ്പ് മുട്ടിക്കിടക്കവേ ആശ്വാസം നൽകുവാനായി തോടിയെത്തേണമേ ഭവാൻ. ഭഗവാനെ, എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ വീർപ്പ് മുട്ടിക്കിടക്കുന്ന സമയത്ത് എനിക്ക് ആശ്വാസം നൽകാൻ അങ്ങ് ഓടിയെത്തണേ എന്ന്. ഇതൊക്കെ അപ്പോൾ ആ അസന്നിഗ്ധ ഘട്ടത്തിലെങ്കിലും തോന്നിയല്ലോ എന്ന് സമാധാനിക്കുക. എന്നാൽ ഇതൊക്കെ വരുമെന്ന് ആദ്യമേ തീരുമാനിച്ച ഒരാൾക്ക്, എന്നിട്ട് സർവേശ്വരനെ ആദ്യമേ സ്വീകരിച്ച ഒരാൾക്ക് മരണം ഭയപ്രദമല്ല, ആസ്വദനീയമായിട്ടേ തോന്നുകയുള്ളൂ. അങ്ങനെ തോന്നാറാവണം നമുക്ക്. മരണഭയം അപ്പോഴാണ് ഒഴിവാകുന്നത്. ജനനം നമുക്കറിയാതെ പോയി. ജനനം എങ്ങനെയാണ് എന്താണ് എന്ന് ഇപ്പം നമുക്കൊട്ടും ആലോചിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മരണം അങ്ങനെയല്ല. മരണസമയത്ത് നമുക്ക് ബോധം ഇല്ലെങ്കിലും ബോധത്തോടുകൂടി മരണം വരിക്കുന്നവരുമുണ്ട്. ബോധത്തോടുകൂടി മരിക്കുന്നവരുണ്ട്, ബോധം നഷ്ടപ്പെട്ട് മരിക്കുന്നവരുമുണ്ട്. ബോധത്തോടു കൂടിയുള്ള മരണം ആവുമ്പോൾ അത് വളരെ ഭയപ്രദമല്ല, ആശ്വാസദായകം ആവണമെങ്കിൽ നാം മുമ്പേ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ താൻ തൻ്റെ അകത്തിരിക്കുന്ന ആ പരമചൈതന്യം, പഞ്ചഭൂതങ്ങളെല്ലാം ഒന്നായിത്തീർന്ന് ഈ ശരീരത്തിൽ നിന്നും ആ പരമചൈതന്യത്തോടൊപ്പം വേർപെടുമ്പോൾ പരമമായ ആനന്ദമായിരിക്കും ഉണ്ടാവുക. ആ ആനന്ദാനുഭൂതി നുകരണമെങ്കിൽ നാം അതിനനുസരിച്ച ജീവിത രീതി അതിനു മുമ്പ് നേടിയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് ആശ്വാസപ്രദം ആയി തോന്നുകയുള്ളൂ. ശ്വാസം കിട്ടാതെ ഞാനന്നു വീർപ്പുമുട്ടിക്കിടക്കവേ ആശ്വാസം നൽകുവാനായി തോടിയെത്തേണമേ ഭവാൻ. നമ്മൾ അപ്രകാരം ഭഗവാനെ എൻ്റെ മുമ്പിൽ ഓടിയെത്തണേ. എല്ലാവരും ആ സമയത്തെങ്കിലും ഒന്ന് ഭഗവാനെ ഓർമ്മിക്കാനിട വരണം. ഈ പ്രപഞ്ചത്തിനും തനിക്കും ആധാരമായിരിക്കുന്ന ആ പരമ്പൊരുളിനെ അന്ത്യകാലത്ത് ഓർമ്മിക്കുക എന്നത് മഹാഭാഗ്യവുമാണ്. അതാണ് ഭഗവാനെ തന്നെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ആരാണോ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നവർ അവർ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. അവിടെയാണ് നാം എത്തേണ്ടത്. അതെത്താൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ശ്രമവും ചെയ്യാം. ശ്വാസം കിട്ടാതെ ഞാനെന്നോ വീർപ്പുമുട്ടിക്കിടക്കവേ ആശ്വാസം നൽകുവാനായി തോടിയെത്തേണമേ ഭവാൻ.